എടങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ 28-ാം തീയതി രാവിലെ 9:30 എടങ്ങുന്നപ്പുഴ കൃഷിഭവനിൽ വെച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രസികല പ്രിയരാജ് നിർവഹിച്ചു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി റസിയ ജമാൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീമതി ചന്ദന അശോക് സ്വാഗതം ആശംസിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വോൾഗ തെരേസ, ചെയർമാൻ അഡ്വക്കേറ്റ് ലീഗീഷ് സേവ്യർ, മറ്റു പഞ്ചായത്ത് മെമ്പർമാരായ ആലിസ് സെബാസ്റ്റ്യൻ, മേരി പീറ്റർ, സ്റ്റെല്ല കുരുവിള, സോഫിയ ജോർജ് എന്നിവർ ആശംസ അർപ്പിച്ചു. ചടങ്ങിൽ ഹേമലത വിനോദ് നന്ദി അറിയിച്ചു. നമ്മുടെ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട് ഞാറ്റുവേലകളുടെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ കാർഷികോത്സവങ്ങളാണെങ്കിലും കൂടിയും നമ്മുടെ കൃഷി രീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ നമ്മുടെ ഞാറ്റുവേല ചന്തയിലിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ വളരെ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ കർഷകർ ഇന്നിപ്പോൾ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ സമയങ്ങൾ നമ്മുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ ചന്തയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊള്ളുന്നു. കേരളത്തിൽ 27 ഞാറ്റുവേലകളാണ് ഉള്ളത്. അതിൽ കൃഷിയുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. തിരിമുറിയാതെ മഴയും അതേപോലെ തന്നെ ഇടയ്ക്ക് വെയിലും കിട്ടുന്ന നല്ലൊരു കാലാവസ്ഥ, കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഈ 2 ആഴ്ച നിലകൊള്ളുന്നത്. തിരുവാതിര ഞാറ്റുവേല ഈ മാസം 22 മുതൽ അടുത്ത മാസം 5-ാം തീയതി വരെയാണ്. പഴമക്കാർ പറയുന്നത് നമ്മുടെ വിരൽ ഒടിച്ചു മണ്ണിൽ കുത്തിവെച്ചാൽ പോലും വേര് കൂടുമെന്നാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം, എല്ലാവരും കൃഷിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. ജനോപകാരമായ പ്രഥമ ജനങ്ങൾക്ക് ഉൽപാദിക്കുന്ന പച്ചക്കറി ഇവിടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ വിറ്റഴിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ വളങ്ങളും കീടനാശിനി വളത്തിന് കീടങ്ങളുണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളും എല്ലാം ഈ എക്കോ ഷോപ്പിൽ നിന്ന് അതാണ് എക്കോ ഷോപ്പിനെ കുറിച്ച് മടങ്ങുക എന്ന ആ സംസ്കാരം ഉൾക്കൊണ്ട് ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പ്രവർത്തിക്കുകയും ഈ എക്കോ ഷോപ്പ് ജനങ്ങൾക്ക് വളരെയേറെ കൃഷി സംബന്ധമായി വളരെയേറെ ഉപകാരപ്രദമാണ്. വളങ്ങളും അതുപോലെ ജൈവ പച്ചക്കറികളും സുലഭമായി ലഭിക്കുവാനും അത് വിൽക്കുവാനും വാങ്ങുവാനുള്ള അവസരം ഈ എക്കോ ഷോപ്പ് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.